വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബാക്കിലിരിക്കുന്ന കണ്ടില്ല, ഞാൻ ഒരു മേക്കപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഇത് മീഷോന്ന് മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു 300 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇത് ഭയങ്കര വലുതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഇത്രയും ഉണ്ട് ഗൈസ്. അപ്പം ഇത്രയും വലുതാണിത്. അപ്പം എനിക്കിത് അത്യാവശ്യമായിരുന്നു. ഞാൻ കുറേ നാൾ കൊണ്ട് ഞാനിത് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് മേടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ഇത് മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നി. കാരണം എനിക്ക് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു പെട്ടിയിലാണ് എല്ലാം കൂടി ഇത്ര നാൾ ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ പിന്നെ അതിൽ നിന്ന് എടുക്കണമെങ്കിൽ തന്നെ വലിച്ചു വാരി അങ്ങനെയൊക്കെ എടുക്കുക. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം സെറ്റായിട്ടിരിക്കും. കണ്ടില്ലേ, നമുക്കിപ്പം എടുക്കാൻ ഇത് എളുപ്പമാണ്. ഇതിപ്പം ഞാൻ ഇത് സെറ്റാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഭയങ്കര ക്വാളിറ്റി പ്രോഡക്റ്റാണ്. എനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സാധനം, ഒരു അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനപ്പം സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങളല്ല, ഇനിയും ഉണ്ട്. ഞാൻ പല സ്ഥലത്തായിട്ടാണ് പല ഇതിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തായാലും ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്കിനി കാണാം. ഇതെന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല അതിൻ്റെ ഉള്ളിൽ കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കയറിയില്ലെങ്കിൽ പണി പാളും ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫസ്റ്റ് പെട്ടി വയ്ക്കുന്നതിനെക്കാട്ടി നല്ലത് ആദ്യം താഴത്തെ പെട്ടി വയ്ക്കാം. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ പൊങ്ങി പോകുമ്പോഴത്തേക്കും ഇത് മുകളിലായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും മുകളിൽ അത്രയ്ക്ക് ആവശ്യമില്ലാത്ത സാധനം വയ്ക്കാം. അപ്പോൾ ഏറ്റവും താഴെ വയ്ക്കേണ്ട എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അത് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത്രയും നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത്രയും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഇതിലുള്ളതിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് മാത്രം ഇതിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ തട്ടിയിടുന്നതായിരിക്കും ബുദ്ധി. കാരണം കുറേ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. വാവ് ആയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് ഫൗണ്ടേഷൻസിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഈ ഫൗണ്ടേഷൻസ് എനിക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ 2 ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പം ഈ 2 ഫൗണ്ടേഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവില്ല, ബട്ട് എനിക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ഫൗണ്ടേഷൻസ് ഇട്ട് വയ്ക്കാം. 3ാമത്തെ ഫൗണ്ടേഷൻ, 4ാമത്തെ ഫൗണ്ടേഷൻ, ഇത് 5ാമത്തെ ഫൗണ്ടേഷൻ. ഇത് ഞാൻ പെട്ടി പോലും പൊട്ടിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പം ഈ ഫൗണ്ടേഷൻസ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഈ സൈഡിലായിട്ട് ഫൗണ്ടേഷൻസ് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വയ്ക്കാനുള്ള പ്രോഡക്റ്റുകളെന്ന് പറഞ്ഞാൽ ബ്ലഷാണ്. മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രോഡക്റ്റുകൾ. അപ്പോൾ നമുക്കിനി ഇത് സ്പീഡിലിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സംഭവം, ഇത് എൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക്ക് ബോക്സാണ്. ഇത്രയും ഇതിലും ലിപ്സ്റ്റിക്കാണുള്ളത്. ലിപ്സ്റ്റിക്ക്, പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വയ്ക്കാം. ഇത് തുറക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. കണ്ടോ? ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. ഇത്രയും ഉള്ളത് എൻ്റെ ലൈനർ, എൻ്റെ കാജൽ, അങ്ങനെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് തന്നെ തട്ടിക്കൊടുക്കാം. എന്തിനാ വെറുതെ തട്ടിക്കൊടുത്തു. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ലിപ്പ് ലൈനറുണ്ട്. പിന്നെ അതിൻ്റെ അകത്തും കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം പതുക്കെ. പിന്നെ ഇതിൽ ഇത്രയും ഐറ്റംസ് ആണുള്ളത്. ഇതിലെൻ്റെ കാജൽ, ലൈനർ, എല്ലാ ഐറ്റംസും എൻ്റെ ഇതിലുണ്ട്. ഓക്കെ, ഇതൊക്കെ തീർന്നതാണെന്ന് തോന്നുന്നു. അഴുക്കൊക്കെ നമുക്ക് കളയാം. തീർന്ന സാധനങ്ങൾ നമുക്ക് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. തീർന്നതൊക്കെ നമുക്ക് കളയാം. ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നിലായിട്ട് വെക്കേണ്ടേ. പിന്നെ വേറെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. അപ്പം ഇതുണ്ടോ, ഒരു പേഴ്സൊക്കെ
അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കോമ്പാക്ട് പൗഡറൊക്കെ ഇതിൽ വയ്ക്കാം. എൻ്റെ ഹൈലൈറ്റർ, പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പം അണ്ടർ ഐ പാച്ചസ് ആണ്, അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഇത് വേണം, ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ എൻ്റെ മാത്രം ഇതാണ്, എന്താണ്, കോമ്പാക്ട് പൗഡറാണ്, ഷുഗറിൻ്റെയാണ്. നമുക്ക് അതും അതിൻ്റെ അകത്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും വല്ലപ്പോഴും. പിന്നെ ഇത് യാഡ്ലിൻ്റെ സാനിറ്റൈസർ, ഇതൊക്കെ എന്തിനാവോ? ഒരു ഹാൻഡ് ക്രീമാണ്, അത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാം. ഒരു നൈക്കേൻ്റെ, ഇത് എനിക്ക് ഫ്രീബി കിട്ടിയതാണ്, നമ്മുടെ ഐ ഷാഡോ ആണ്, നമുക്കതും ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ വേറൊരു ഹൈലൈറ്റർ, ഇത് നൈക്കേൻ്റെ ഒരു ചെറിയൊരു ഇതിലില്ല, തീർന്നു ഗൈസ്, ഇത് ഇനി വെച്ചിട്ട് കാര്യമില്ല, കളയാം. ഇത് ഒരു ഐബ്രോ പെൻസിലായിരുന്നു. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അകത്തിരിക്കട്ടെ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ലിപ്സ്റ്റിക്കിലോട്ട് കിടക്കുമ്പോൾ അടുത്ത പെട്ടി ലിപ്സ്റ്റിക്ക്. എൻ്റെ ഫേവറേറ്റ് സ്പേസാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതെ, ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ ഇച്ചിരി ഉള്ളതെന്ന് തോന്നും, പക്ഷേ അല്ല ഗൈസ്, എനിക്ക് ഇനിയും ലിപ്സ്റ്റിക്കുകളുണ്ട്, കണ്ടോ. ഇതിൽ ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഉണ്ട് ഗൈസ്. കാജലൊക്കെ ഇതിൽ കിടക്കുന്നു, അപ്പോൾ നമുക്ക് കാജലൊക്കെ മാറ്റി കൊടുക്കാം. ഇതിൽ ലിപ്സ്റ്റിക്കുകൾ മാത്രമാക്കാം. ഈ ഒരു സംഭവം ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇനി കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് ഞാൻ അവസാനം കാണിച്ചു തരാം. കാരണം ഇതിൽ ഇത്രയും എങ്ങനെയാണ് വെച്ചതെന്നുള്ളത്, ഇത്രയും ലിപ്സ്റ്റിക്കുകളാണുള്ളത്. ഇത്രയും ഉണ്ടോ? ഇതിനെക്കാട്ടി ഉണ്ട്, പക്ഷേ ഇനി വേറെ ഏതൊക്കെ ഇതിൽ കിടക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ നോക്കിയെടുത്ത് തപ്പിയെടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ലിപ്സ്റ്റിക്കുകൾ ഇടാം. അപ്പോൾ ഗൈസ്, ഞാൻ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്ന് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിലെന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇത്രയും മേക്കപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ലിപ്സ്റ്റിക്കാണ്, ഇനിയും ഉണ്ട്, പക്ഷേ ഏതൊക്കെയോ പെട്ടികളുടെ അടുത്താണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മസ്കാര, കാജൽ, അങ്ങനത്തെ ഐറ്റംസ്. ഇതിൻ്റെ അകത്ത് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ, ഹെയർ കെയർ പ്രോഡക്റ്റുകൾ. ഇതിൻ്റെ അകത്ത് എൻ്റെ പാലറ്റുകളാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സാധനങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലും എൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഇതിൻ്റെ മുകളിലും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഉള്ളത്. ഫൈനൽ ലുക്കെന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത്രയാണ് ഞാൻ ഒതുക്കി വെച്ച പ്രോഡക്റ്റുകളെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതാണ്. എൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഞാൻ ചുമ്മാ എടുത്തിട്ട് നോക്കിയത്, ഒരുമാതിരി ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭ്രാന്തായിപ്പോയി. ഇനി കുറേ അൺബോക്സിങ് സാധനങ്ങൾ ചെയ്യാണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇതുപോലത്തെ നിങ്ങൾക്ക് ക്ലീനിങ് വീഡിയോ, അറേഞ്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.